പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ പരാതി നൽകാൻ ഒരുങ്ങി കോൺഗ്രസ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി വിവാദ പരാമർശം നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും തന്റെ ഓഫീസിന്റെ അന്തസ്സ് മോദിയോളം താഴ്ത്തിയിട്ടില്ലെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വിമർശിച്ചു. ബൽറാം നെടുങ്ങാടി ഒരിക്കൽ കൂടി ചേർന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞ എന്താണ് ഈ സോഷ്യോ എക്കണോമിക് സെൻസസ് അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്ന പദാവലിയെ പ്രധാനമന്ത്രി വ്യാഖ്യാനിച്ചു, വല്ലാതെ വ്യാഖ്യാനിച്ചു എന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഇപ്പം ഇന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനാണോ ആലോചന? ഗുഡ് മോർണിംഗ് ഹഷ്മി, ക്രിസ്റ്റീന. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അതിനായി ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസിന്റെ ഫാക്ട് ഫൈൻഡിംഗ് ടീമിനോട് ഉൾപ്പെടെ ആ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിശദമായി പരിശോധിക്കാനും നിർദ്ദേശം കോൺഗ്രസ് നൽകിയിരുന്നു. ഇന്ന് തന്നെ പരാതി നൽകിയേക്കാം. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് കുതിക്കുന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശമുണ്ടായത്. ബൻസ്വാഡയിലെ റാലിയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വിവാദ പരാമർശം നടത്തിയത്. പ്രകടന പത്രികയിൽ ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്ന ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് എന്നത് അത് ജനങ്ങളുടെ സ്വത്ത് അത് പരിശോധിക്കുകയും സർവേ നടത്തി പരിശോധിക്കുമെന്നും വീട്ടിൽ കാലങ്ങളായി സൂക്ഷിച്ചിട്ടുള്ള തങ്ങളുടെ സ്വപ്നമായ സ്വർണം, വെള്ളി, ഒപ്പം തന്നെ മറ്റ് സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് അവ പിടിച്ചെടുത്ത് മറ്റ് ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നും മാവോയിസത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതാണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്നും ഇത് ആർക്കാണ് വിതരണം ചെയ്യുക എന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പരാമർശമാണ് ഏറ്റവും വിവാദമായിരിക്കുന്നത്. കൂടുതൽ മക്കളുള്ളവർക്ക് അത് വിതരണം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കാലത്ത് രാജ്യത്തിന്റെ സ്വത്തിന്റെ പ്രഥമ അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്നും അപ്പോൾ ഈ സ്വത്തുക്കൾ ആർക്കായിരിക്കും നൽകുക എന്ന ചോദ്യമായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി തൊടുത്തത്. തുടർന്ന് അദ്ദേഹം നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇത്തരത്തിൽ സ്വത്ത് പിടിച്ചെടുത്തു കൊടുക്കാൻ ആണ് കോൺഗ്രസിന്റെ പദ്ധതി എന്ന് പറയുകയും മംഗല്യസൂത്രം തട്ടിപ്പറിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രി നടത്തിയതിനെതിരെയാണ് കോൺഗ്രസ് പരാതി നൽകാൻ ഒരുങ്ങുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നതിന് പിന്നാലെ പരിഭ്രാന്തരായിരിക്കുകയാണ് BJP എന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ അതാണ് വ്യക്തമാകുന്നത് എന്നുമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം ഇന്നലെ രാത്രിയോടെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇത് ഗൗരവത്തോടെ ഈ വിഷയം എടുത്ത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഹഷ്മി, ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണെന്ന് പറഞ്ഞാൽ കാസ്റ്റ് സെൻസസിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി തെറ്റായി വ്യാഖ്യാനിക്കുന്നതെന്നുള്ള കോൺഗ്രസിന്റെ ആരോപണം. പരാതി കൊടുക്കുക വഴി കോൺഗ്രസിന്റെ ഒരു സമയത്ത് വജ്രായുധമെന്ന് വിശേഷിപ്പിച്ചിരുന്ന കാസ്റ്റ് സെൻസസ് ഒരിക്കൽ കൂടി ചർച്ചയാക്കുക എന്ന ഉദ്ദേശം കൂടി കോൺഗ്രസിനുണ്ടോ എന്നറിയില്ല. എന്തായാലും ഒന്നാം ഘട്ടം കഴിയുന്നു. അപ്പോൾ പ്രചരണം ചൂടുപിടിക്കുമ്പോൾ സ്വാഭാവികമാണ് വാക്പോര് ഏറ്റുമുട്ടൽ. അത് വല്ലാത്ത വിദ്വേഷത്തിലേക്കും വർഗീയ പ്രചാരണത്തിലേക്കും പോകാതിരിക്കട്ടെ. അതെ, ജനമനസ്സിലേക്ക് അത് എത്തുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലുതാണ്.